ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് കണ്ടു പരിചയമില്ലാത്ത ഒരു അപൂർവ ഇനത്തിൽപ്പെട്ട വിദേശ ഇനമായ ബുഹിനിയ കുക്കിനിയ എന്ന ചെടിയെ പറ്റിയിട്ടാണ്. ഇത് ചുവന്ന ബുഹിനിയ എന്നാണ് അറിയപ്പെടുന്നത്. ഉഷ്ണമേഖലാ കാലാവസ്ഥയിലും ഉപ ഉഷ്ണമേഖലാ കാലാവസ്ഥയിലും ഇത് ഒരുപോലെ നന്നായിട്ട് വളരുമെന്നത് ഇതിൻ്റെ പ്രത്യേകതയാണ്. അതിമനോഹരമായ പൂക്കളാണ് ഇതിനുള്ളത്. ബഞ്ചായിട്ടാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത്. അതും പല വർണ്ണങ്ങളിലാണ്. വിരിയുന്ന ദിവസം അത് യെല്ലോ ആണെങ്കിൽ പിന്നീട് അത് പതുക്കെ ഓറഞ്ച് ഷെയ്ഡിലേക്ക് മാറുകയും ലാസ്റ്റ് ആകുമ്പോൾ അത് നല്ല റെഡിഷ് കളറിലേക്ക് മാറുകയും ചെയ്യുന്നു. ഇതിൽ റെഡ് കളറിൽ നിൽക്കുമ്പോഴാണ് കൂടുതലും ഈ ഒരു ഫ്ലവറിൻ്റെ ഭംഗി അറിയാൻ കഴിയുന്നത്. കണ്ണഞ്ചിപ്പിക്കുന്ന സൗന്ദര്യത്തോട് കൂടിയിട്ട് ആരെയും വിസ്മയിപ്പിക്കാൻ കഴിവുള്ളൊരു ചെടിയാണ് നമ്മുടെ ബുഹിനിയ കുക്കിനിയ. വളരെ മനോഹരമായി ഇതിൻ്റെ പൂക്കൾ പലതരം അലങ്കാര ആവശ്യങ്ങൾക്കായിട്ടും ഉപയോഗിച്ചു വരുന്നുണ്ട്. ബുഹിനിയ കുക്കിനിയയുടെ ഏറ്റവും വലിയ ആകർഷണം ഇതിൻ്റെ തിളക്കമാർന്ന പൂക്കൾ തന്നെയാണ്. 3 നിറങ്ങളിൽ മിന്നി തിളങ്ങുന്ന ഈ വർണ്ണപ്പൂക്കളിൽ ഏറ്റവും ഭംഗി വരുന്നത് ഇതിൻ്റെ റെഡ് ഷെയ്ഡാണ്. നിറഞ്ഞ പൂക്കളോട് കൂടിയിട്ട് ഈ ഒരു പ്ലാന്റ് ഒരിക്കൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് സ്വന്തമാക്കുന്നത് വരെ നമ്മുടെ മനസ്സിൽ നിന്ന് ആ പൂവിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടില്ല. അത്രയും മനോഹരമായിട്ട് ആണ് ഈ ഒരു ഫ്ലവർ നിൽക്കുന്നത്. വീഡിയോയിലൊക്കെ എത്രത്തോളം അതിൻ്റെ ഒരു ഭംഗി ഒപ്പിയെടുക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അത്രയും അത് നേരിട്ട് കണ്ടാൽ മാത്രമേ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുകയുള്ളൂ. പൂവിൻ്റെ വലിപ്പം വരുന്നത് 10 മുതൽ 12 സെൻറ്റിമീറ്റർ വരെയാണ്. അതായത് 3 മുതൽ 5 ഇഞ്ച് വരെ ഇതിന് വലിപ്പം കാണുന്നുണ്ട്. അതുപോലെ തന്നെ 5 ഇതളായിട്ടാണ് ഈ ഒരു ഫ്ലവർ വിരിയുന്നത്. ഒത്തിരി നാൾ കേടാകാതെ നിൽക്കുമെന്നതും ഈ ഒരു ചെടിയുടെ പ്രത്യേകതയാണ്. കാലാവസ്ഥയും വളരുന്ന അവസ്ഥയും അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ബ്ലൂമിങ് വരുന്നത്. അതായത് നന്നായിട്ട് കെയർ ചെയ്ത് വളർത്തുന്ന ചെടിയിൽ നിന്ന് മിക്കവാറും സമയവും നമുക്ക് പൂക്കൾ കാണാൻ വേണ്ടിയിട്ട് കഴിയും. ചിന്നി ചിതറിയ പോലെയാണ് ഇത് വളരുന്നത്. എന്നാൽ വെട്ടി ഒതുക്കി നല്ല ഷേപ്പായും ഇത് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. പ്രൂണിങ് ചെയ്ത് ചെറിയ വൃക്ഷമായും വെട്ടി മാറ്റാതെ ഇടതരം വൃക്ഷമായും നമുക്ക് വളർത്താൻ വേണ്ടിയിട്ട് കഴിയും. 10 മുതൽ 13 മീറ്റർ വരെ അല്ലെങ്കിൽ 30 മുതൽ 50 അടി വരെ ഉയരത്തിൽ ഇത് വളരുന്നുണ്ട്. ധാരാളം ശിഖരങ്ങളായിട്ട് ഇടതൂർന്ന് വളരുന്ന ഒരു ചെറിയ ചെടിയായിട്ടും ഇത് വളർത്താൻ വേണ്ടിയിട്ട് കഴിയും. ഒരു ചിത്രശലഭത്തിൻ്റെ ചിറകുകളുടെ രൂപം പോലെയാണ് വൃത്താകൃതിയിൽ 2 ഇതളുകളായിട്ട് ഇലകൾ വളരുന്നത്. അതിനാൽ ഇതിൻ്റെ ഇലകളും വളരെ മനോഹരമായിട്ടാണ് കാണുന്നത്. ഇതിനെല്ലാം ഉപരിയായി കടും ചുവപ്പും മഞ്ഞ കലർന്ന ഇളം ചുവപ്പുമായിട്ട് വിരിയുന്ന ഈ പൂക്കൾ നിറമാറ്റം വരുന്നതിനാൽ വളരെ മനോഹാരിത നൽകുന്നു. കൂടാതെ ഈ ഒരു നിറം മാറ്റമാണ് ഈ ചെടിക്ക് ബുഹിനിയ കുക്കിനിയ എന്ന പേര് നൽകുന്നത്. ഇത് വളരെ ഡിമാൻഡുള്ള ഒരു ചെടിയാണ്. നമ്മുടെ പാർക്കുകളിലും അതുപോലെ തന്നെ ഗാർഡനിലും ഒക്കെയാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഈ ചെടിയുടെ പൂക്കാലം കൂടുതലായിട്ടും ചൂടുള്ള മാസങ്ങളിലാണ്. എന്നിരുന്നാലും ഓരോ സ്ഥലത്തിൻ്റെ കാലാവസ്ഥ അനുസരിച്ച് വസന്തകാലത്തോ വേനൽക്കാലത്തോ ആവാം. മറ്റൊരു സവിശേഷത ഈ പൂക്കൾ തേനീച്ചയെയും മറ്റു പ്രാണികളെയും ആകർഷിക്കുന്നു എന്നതാണ്. ഇതിൻ്റെ പ്രധാന കാരണം ഇതിലടങ്ങിയിട്ടുള്ള തേനും അതുപോലെ തന്നെ പൂക്കളുടെ മനോഹരമായ നിറങ്ങളുമാണ്. ഇത് നല്ല നീർവാർച്ചയുള്ള മണ്ണിലാണ് കൂടുതലായിട്ട് തഴച്ച് വളരുന്നത് കാണുന്നത്. ഭാഗികമായ തണലിലും അതുപോലെ തന്നെ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്തും വളരുകയും ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ടും ചൂട് ഇതിൻ്റെ ഇലയുടെ അഗ്രഭാഗത്ത് അറ്റത്ത് നമുക്ക് കരിച്ചിൽ വരുന്നതായിട്ട് കാണപ്പെടുന്നു. അതുപോലെ തന്നെ ഇലയുടെ മഞ്ഞ കളർ നമ്മളെ ഗ്രീൻ ഷെയ്ഡിൽ നിന്ന് മാറിയിട്ട് ഒരു മഞ്ഞ കലർന്ന ഗ്രീൻ കളർ ആകുന്നതും ഇത് വെയിൽ നന്നായിട്ട് അടിക്കുന്നത് കൊണ്ടാണ്. നല്ല തണലിൽ വളരുന്ന ലീഫിനും അതുപോലെ തന്നെ നന്നായിട്ട് ഗ്രീൻ ഷെയ്ഡ് ആയിരിക്കും കാണുന്നത്. വരൾച്ചയിൽ ഈ ചെടി വളർച്ച കുറവാണ്. എന്നാൽ പതിവായി നനച്ചു കൊടുക്കുന്നത് ഈ ചെടിയുടെ വളർച്ചയെ നന്നായിട്ട് സഹായിക്കുന്നതാണ്. ഈ ചെടികൾക്ക് വിവിധ തരം മണ്ണുമായിട്ട് പൊരുത്തപ്പെട്ട് വളരുവാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. ഒപ്പം വിവിധ കാലാവസ്ഥയിലും അതിജീവിക്കും.
ബൊഹിനിയ കുക്കിനിയ അധികം വളം കൊടുക്കാൻ പാടില്ലാത്തൊരു പ്ലാന്റാണ്. വളപ്രയോഗം അധികം ആവശ്യമില്ലാത്ത ചെടിയാണിത്. വസന്തത്തിൻ്റെയോ അല്ലെങ്കിൽ വേനലിൻ്റെയോ തുടക്കത്തിൽ കുറഞ്ഞ അളവിൽ നമുക്ക് വളങ്ങൾ ഒരു തവണ ഉപയോഗിക്കാവുന്നതാണ്. എന്നാലും ചെടിക്ക് ദുർലഭമായ വളർച്ച കാണിക്കുന്നു എങ്കിൽ വേനലിൻ്റെയോ വസന്തത്തിൻ്റെയോ മധ്യത്തിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു ഡോസ് കൂടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയും. വളപ്രയോഗം നടത്തുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അധികം വളപ്രയോഗം ആവശ്യമില്ലാത്ത ചെടിയാണിത്. എന്നാൽ അമിതമായിട്ട് വളം ചെയ്തിട്ടുണ്ടെങ്കിൽ ചെടിയുടെ വളർച്ചയെ ദോഷകരമായിട്ട് ബാധിക്കും. ജൈവവളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ കമ്പോസ്റ്റ്, അല്ലെങ്കിൽ രാസവളമാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ സമീകൃത NPK അനുപാതം, അതായത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ 10ൻ്റെയോ 14ൻ്റെയോ അനുപാതം ഉപയോഗിക്കാം. വളപ്രയോഗം പോലെ തന്നെ അധികം കീടങ്ങൾ ഏൽക്കാത്ത ഒരു പൂച്ചെടി കൂടിയാണിത്. വളരെ ദുർലഭമായിട്ട് മുഞ്ഞ, ചിലന്തി എന്നിവ ചില കീടങ്ങളെ കണ്ടേക്കാം. പൂക്കൾ കൊഴിഞ്ഞു പോകുമ്പോൾ ബൊഹിനിയ കുക്കിനിയ നീണ്ട നേർത്ത കായ്കൾ പ്രൊഡ്യൂസ് ചെയ്യും. അതിനകത്ത് 4-5 വിത്തുകൾ കാണാം. പ്ലാന്റിൻ്റെ വളർച്ചയനുസരിച്ചിട്ട് അതിലെ എണ്ണത്തിൽ മാറ്റം വരാം. ഗ്രീൻ നിറമായിരിക്കും തുടക്കത്തിൽ ഈ ഒരു കായ്ക്ക് ഉണ്ടാവുന്നത്. അതിനനുസരിച്ചിട്ട് വളർച്ച കൂടുന്നതിനനുസരിച്ചിട്ട് വിത്തുകൾക്ക് കാപ്പി നിറത്തിലേക്ക് മാറാം. ഇത് നമ്മുടെ മന്ദാര ചെടിയുടെ ഒക്കെ വിത്തിനോട് സാമ്യമുള്ളൊരു വിത്താണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ വിത്തുകൾ ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റ് മുഖേനയോ പക്ഷികൾ മുഖേനയോ ഇത് പൊട്ടിയിട്ട് തെറിച്ചു പോകാൻ വേണ്ടിയിട്ട് സാധ്യത കൂടുതലാണ്. ഇതൊരു അലങ്കാര ചെടിയായിട്ടാണ് വളർത്തുന്നത് എങ്കിലും ഇതിന് ഔഷധ ഗുണങ്ങൾ കൂടിയുണ്ട്. അത് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഇതിന് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണിത്. ഇതിൻ്റെ ലീഫ്, അതുപോലെ തന്നെ പൂവ്, പുറന്തൊലി, വേര് ഇതെല്ലാം പച്ചമരുന്നിന് വേണ്ടിയിട്ട് പല നാടുകളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് നാൾ ഇതിൻ്റെ പൂക്കൾ കൊഴിയാതെ നിൽക്കുമെന്നത് കൊണ്ടും നമ്മുടെ നാട്ടിലെ ചെടി അല്ലാത്തത് കൊണ്ടും ഇതിന് വേര് പിടിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടായത് കൊണ്ടും ഈ ചെടിക്ക് കുറച്ച് വില കൂടുതലാണ്. നമ്മൾ ഈ ഒരു ഓണം ഓഫറിന് എന്നാലും നല്ല റേറ്റ് കുറച്ചിട്ട് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നുണ്ട്. മുമ്പ് കൊടുത്തതിലും റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് കൊടുത്തതിനേക്കാളും കുറച്ച് വലിയ പ്ലാന്റ്സാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ പ്ലാന്റിൻ്റെ സൈസ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലാന്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്താൽ വേണ്ടിയിട്ട് മതി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് അറിയിക്കുക.